Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വലിയ സെറ്റ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യാണ്. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു പെൺകുട്ടി. അവളാണെങ്കിൽ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ച് അങ്ങനെ സിറ്റിയിലൂടെ ഓടുകയാണ്. അവളെ പിന്തുടർന്ന് കുറെ പേര് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുറെ പേരാണെങ്കിൽ അവൾ ഒരു വില്ലത്തിയാണ് അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ആണെന്ന് കരുതി അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഉടനെ ഇസുക്ക് പയ്യനാണെങ്കിൽ അവിടേക്ക് വരും. അവരാണെങ്കിൽ അവരെല്ലാവരെയും തടുത്തു നിർത്തും. ഈ സമയത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട നിങ്ങൾ എല്ലാവരും മോൺസ്റ്റർ ആണെന്ന് തന്നെ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ കരുതും പോലെ ഇവളൊരു മോൺസ്റ്റർ അല്ല എന്ന് പറഞ്ഞ് ഇസുക്കാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവിടുന്ന് പറഞ്ഞയക്കും. അവരാണെങ്കിൽ ഇവർക്ക് പറ്റിയ തെറ്റിന് ക്ഷമ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ഇസുക്ക് പയ്യനാണെങ്കിൽ ആ പെൺകുട്ടിയോട് നീ ഈ രാത്രിക്ക് എവിടെ പോവുകയാണെന്ന് ചോദിക്കും. അതിനവള് പറയും, ഞങ്ങളുടെ സിറ്റിയിലുണ്ടായിരുന്ന എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു. ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി ഞാൻ ഇവിടം വിട്ട് പോകാനായിട്ട് തയ്യാറായില്ല. അതിനുശേഷമാണ് ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവിടെ അരങ്ങേറാനായിട്ട് തുടങ്ങിയത്. പിന്നീട് എനിക്ക് ഇവിടെ നിൽക്കാൻ ഭയമായി. അങ്ങനെയാണ് ഇവിടെ വിട്ടു പോവാൻ ഞാൻ തീരുമാനിച്ചത്. ഉടനെ അവന്റെ മാസ്റ്റർ അവിടേക്ക് വന്ന് ഇപ്പോൾ അവളെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഹീറോയ്ക്ക് ഭക്ഷണം കൊടുത്ത് അവനോട് കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയും. എങ്കിൽ ഇപ്പോൾ 1/4 പവർ അത് ഏകദേശം ഒരു 80% കിട്ടിയിരിക്കുകയാണ്. രണ്ടു പേര് മാത്രം ആ ഒരു 1/4 പവറിന്റെ അവരുടെ പവർ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. ചുറ്റുമുള്ളവരാണെങ്കിൽ അവരോട് പവർ റിക്വസ്റ്റ് ചെയ്യും, പക്ഷെ അവർ കൊടുക്കാൻ തയ്യാറാവില്ല. ബാൻജോ ആണെങ്കിൽ ഇസുക്ക് പയ്യനോട് ദേഷ്യപ്പെട്ട് പറയും, നീ ആ പവർ നന്നായിട്ട് ട്രെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് നിന്നെ കൊണ്ടത് ഉപയോഗിക്കാൻ കഴിയൂ. ഉടനെ ആ ചുമരിനോട് ചേർന്ന് നിൽക്കുന്നതിൽ ഒരാളാണെങ്കിൽ വിളിച്ചു പറയും, സത്യത്തിൽ ആ ഒരു ആൽഫാർ-1 അവൻ ഈ 1/4 പവർ അത് പിടിച്ചെടുക്കാതിരിക്കാനാണ് നമ്മളെല്ലാവരും ടീമായിട്ട് ഇത്രയും കാലവും പൊരുതിയത്. ഒരു കാരണവശാൽ അവൻ ആ പവർ കിട്ടാൻ പാടില്ല. ഇത്രയും ചെറിയൊരു കുട്ടിക്ക് ഈ ഒരു വലിയ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവന് ഈ പവർ തട്ടിയെടുക്കാനായിട്ട് കഴിയും. സോ എനിക്ക് എന്റെ പവർ ഇവന് കൊടുക്കാനായിട്ട് യാതൊരു വിശ്വാസം ഇപ്പോഴും വന്നിട്ടില്ല. അത് കേട്ട് യോയിച്ചിയാണെങ്കിൽ ചിരിക്കും. അങ്ങനെ വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് അന്ന് എന്നെ രക്ഷിച്ചതെന്ന് യോയിച്ചിയാണെങ്കിൽ അവരോട് ചോദിക്കും. സത്യത്തിൽ ലോക്കിൽ പെട്ടുപോയിരുന്ന യോയിച്ചിയെ ഇവർ രണ്ടുപേരും ചേർന്നാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രക്ഷപ്പെടുത്തിയെടുത്തത്. അന്ന് നിങ്ങൾ എന്നെ ആ റൂമിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ വരെ കാര്യങ്ങൾ എത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഇസുക്ക് പയ്യനെ അവനെ വിശ്വസിച്ചേ പറ്റൂ. സത്യത്തിൽ അവർ രണ്ടുപേരും അതിനുവേണ്ടി തന്നെയാണ് ഇപ്പൊ അവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻ. ഇസുക്ക് പയ്യൻ ഒരു കുഞ്ഞാണ്, അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആ ഒരു സംശയം അതവരെ വീണ്ടും വീണ്ടും പുറകിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ യോയിച്ചിക്ക് അന്ന് കൈ കൊടുത്തതുപോലെ തന്നെ അവനും കൈ കൊടുക്കണം. ഞങ്ങൾ എല്ലാവരും അവനിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ അവരെല്ലാവരും അവന് കൈ കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു 1/4 പവർ അത് 100% ഉപയോഗിക്കാനായിട്ട് കഴിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വലിയൊരു ഷോപ്പിംഗ് മാളിൽ ഒരു വില്ലനാണെങ്കിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം എൻഡവറാണ്. ഇവിടെ ജീനീസും ഓക്സും അവർ രണ്ടുപേരും തന്നെ തടയാനായിട്ട് പാഞ്ഞു വരുന്ന അതേ സമയം തന്നെ എൻഡവർ അവിടേക്ക് വന്ന് പഞ്ച് താഴെ ഇടുകയാണ്. പഞ്ച് കൊണ്ട് താഴെ വീണിട്ടും അവനാണെങ്കിൽ അവന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. എൻഡവർ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഇതോടുകൂടെ പരാജയപ്പെടാൻ പോവുകയാണെന്ന് ആ ഒരു വില്ലൻ പറയും. എൻഡവറും ടീമും ആണെങ്കിൽ അവനെ അറിഞ്ഞ പുറഞ്ഞ് ഇടിച്ച് ഡോബറയെ കുറിച്ചും അതുപോലെ തന്നെ ആൽഫാർ-1നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. പക്ഷെ അവർക്ക് ആർക്കും തന്നെ അവരെവിടെയാണെന്ന് അറിയില്ല. സോ അവനെ വീണ്ടും ജയിലിലേക്ക് കൈമാറുകയാണ്. എൻഡവർ ആണെങ്കിൽ അസിസ്റ്റൻസിനോട് പറയും, ഒരു കാരണവശാലും നമ്മൾ വെറുതെ ഇരിക്കാനായിട്ട് പാടില്ല. അവർ പുറത്തുള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ കൂടും. എത്രയും വേഗം അവരെ കണ്ടെത്തണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പുറത്ത് ജനങ്ങളാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. സൂപ്പർ ഹീറോസ് അവർ യഥാർത്ഥത്തിൽ അവരുടെ കടമ നിർവഹിച്ചില്ല. അതുകൊണ്ടാണ് ഡബോറയും ആൽഫാർ-1ഉം പുറത്തു പോയതെന്നും അവരിപ്പോ ഈ സമൂഹത്തിന് ഭീഷണിയായെന്നും പറഞ്ഞ് അവരെല്ലാവരും സൂപ്പർ ഹീറോയ്ക്കെതിരെ വീണ്ടും പ്ലക്കാർഡ് കൊടുത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ എൻഡവറും ജേനിസ്റ്റ് ഓക്സും ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് വരികയാണ്. അതുകണ്ട ജനങ്ങളാണെങ്കിൽ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം അവർക്ക് നേരെ വലിച്ചെറിയും. ജീനിസ്റ്റ് ആണെങ്കിൽ അതെല്ലാം തട്ടിമാറ്റി ഇപ്പൊ ഒരു കാറിൽ കടന്നു പോകും. ഓക്സ് ആണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും, നമ്മൾ ഇസുക്ക് പയ്യനിൽ നിന്ന് അല്പം കൂടെ ദൂരത്തേക്ക് നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ജനങ്ങൾ അവന് നേരെയും തിരിയാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും എന്ന് പറയും. എൻഡവർ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും. കാരണം ഒരു കൊച്ചു പയ്യനായ ഇസുക്ക് പയ്യനെ വെച്ചാണ് ഇവരിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അവനെ ഒരു ഇരയെ പോലെ ഇട്ടുകൊടുത്ത് ആ വലിയ വില്ലന്മാരായ ഡബോറയെയും ആൽഫാർ-1നെയും അവരെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എൻഡവറിനാണെങ്കിൽ നന്നായിട്ട് അറിയാം ആൽഫാർ-1ന് ഡബോറയെ ആവശ്യമുണ്ട്. കാരണം ആ 1/4 പവർ അതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് അവരിലേക്ക് കിട്ടില്ല. സോ ഡബോറയെ അവരെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റി ആ ഒരു 1/4 പവർ അവരിലേക്ക് കൊണ്ടുവന്ന് ഒടുവിൽ ഡബോറയെ ടേക്ക് ഓവർ ചെയ്യാനാണ് ആൽഫാർ-1 ശ്രമിക്കുന്നത്. ഡോക്ടർ ആണെങ്കിൽ ആൽഫാർ-1നെ ഹെൽപ്പ് ചെയ്യാൻ ഡോബറയുടെ ആ ഒരു പവർ അത് കൂട്ടാനായി അവന്റെ എല്ലാ പവറുകളും കൊടുത്ത് ആ ഒരു എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആൽഫാർ-1 അവൻ ആദ്യം ആ ഒരു പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. സോ അതവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അടുത്തതായിട്ട് നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യന്റെ കയ്യിലുള്ള ആ ഒരു 1 for all പവർ അതടിച്ചു മാറ്റുക എന്നതായിരിക്കും അവന്റെ അടുത്ത ലക്ഷ്യം. സത്യത്തിൽ ഡോബറയെ അത്രയധികം പവർഫുൾ ആക്കി മാറ്റിയത് ആ ഒരു പവർ അത് നേടിയെടുക്കാനാണ്. പക്ഷെ ഓക്സിന് മനസ്സിലാവാത്തത് ഡബോറയുടെ കഴിവും പവറും കൂട്ടുന്നതിനോടൊപ്പം അവന്റെ വെറുപ്പും എന്തിനാണ് അവൻ കൂട്ടിയതെന്നാണ്. അതിന് ജീനിയസ് ആണെങ്കിൽ ഓക്സിന് മറുപടി കൊടുക്കും. ആ 1 for all പവർ അത് ഏറ്റെടുക്കാനായിട്ട് കഴിവും പവറും മാത്രം പോരാ, ഇമോഷണലി കൂടെ സ്ട്രോങ് ആയിരിക്കണം. സോ അതിലുള്ള 1 for all യൂസേഴ്സിനെ കഴിഞ്ഞും കൂടുതൽ എമോഷൻസ് അത് ഏറ്റെടുക്കുന്നവൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ വെറുപ്പെന്നൊരു ഇമോഷനെ കൂട്ടിക്കൊണ്ടുവന്നത്. ആൽഫാർ 1 ആണെങ്കിൽ അവന്റെ ബ്രദറുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തതാണ് ഒരു 1 for all പവറിന് വേണ്ടി. പക്ഷേ അതവന് ലഭിച്ചില്ല. ഇനി അവനത് ലഭിക്കാനുള്ള ഒരേ ഒരു ആള് അത് ഡെബോറയാണ്. ഡെബോറയിലൂടെ മാത്രമേ അത് അവന്റെ കയ്യിലേക്ക് എത്തൂ. പെണ്ണിനെ ലോക്ക് ചെയ്തിരുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം അവനിപ്പോ ഹാർട്ട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പൊ അവര് യാതൊരു തരത്തിലുമുള്ള ആക്ഷൻസിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവരെന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോന്ന് അറിയില്ല. അതിനു മുൻപ് അവരെ പിടിച്ചേ പറ്റൂ. ഓൾറെഡി ഒരുപാട് സൂപ്പർ ഹീറോസിനെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളോട് സഹായം ചോദിക്കാനായിട്ടും സാധിക്കുന്നില്ല. കാരണം അവരെല്ലാവരും സൂപ്പർ ഹീറോസിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇസുക്ക് പയ്യന്റെ ഫോണിന്റെ സഹായത്താൽ അവൻ അങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൊടുത്ത ഫുഡ് അവൻ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അവൻ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കും. ആ സമയത്ത് ഇവിടെ ഇസുക്ക് പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ഫോണിലൊരു കോള് വരും. അവനത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയം ആ ഫോൺ ആരോ തകർത്ത് കളയാണ്. ആ ഫോൺ തകർന്നതും ഇവിടെ സിഗ്നൽ നഷ്ടപ്പെടും. മാസ്റ്ററിനും ടീമിന് ഒരു കാര്യം ഉറപ്പാവും, ഇസുക്ക് പയ്യൻ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന്. അവരെത്രയും വേഗം ഇസുക്ക് പയ്യന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവിടേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ഒരു ബോംബ് വന്ന് വീണ് അവരുടെ കാറും അങ്ങനെ തകർന്നു പോവാണ്. ഇവിടെ ഇസുക്കിന്റെ അടുത്തേക്ക് വന്ന വില്ലനാണെങ്കിൽ ഇസുക്കിനോട് പറയും, ഹേയ് പച്ച ഡ്രസ്സിട്ട പയ്യ, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇസുക്കിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. വെറും ഒരു വില്ലനാണ് ഇവിടേക്ക് വന്നതെങ്കിൽ അവനുമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തേനെ. സോ ഇത് അങ്ങനെ ഒരു വെറും വില്ലനല്ല, എന്റെ പവറിന് വേണ്ടി തന്നെയാണ് ഇവൻ ഇവിടേക്ക് എത്തിയത്. സോ ജയിലിൽ നിന്ന് ഇറങ്ങിയവരും ലീഗ് ഓഫ് വില്ലൻസിലുള്ള ആ മെയിൻ വില്ലന്മാരും അവരെല്ലാവരും ഒന്നായിരിക്കുകയാണ്. അവനാണെങ്കിൽ ഇസുക്ക് പയ്യനോട് സംസാരിച്ച് അവന്റെ കയ്യിൽ അങ്ങനെ ബുള്ളറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോ ആണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ അവന്റെ മാസ്റ്റർ അവനോട് പറഞ്ഞത് സത്യത്തിൽ ഡബോറയുടെ ബോഡിയിലേക്ക് ആ ഒരു 1 for all പവർ അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഡോക്ടറുടെ സഹായം അവർക്ക് ആവശ്യമാണ്. ഡോക്ടർ ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ നീ വളരെ കെയർഫുൾ ആയിരിക്കണം. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ വളരെ പവർഫുൾ ആയ ഒരാളുണ്ട്. ഹെയർ വെച്ചും അതുപോലെ തന്നെ കൈ ഗണ്ണാക്കി മാറ്റിയും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാള്. അങ്ങനെ ആരെങ്കിലും നിന്റെ മുൻപിലേക്ക് വരികയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങുകയാണ്. അവളാണെങ്കിൽ പിന്നാലെ പോവും. അവളാണെങ്കിൽ ഇതിനു മുൻപ് പബ്ലിക് സേഫ്റ്റി കമ്മീഷനിൽ ായിട്ടുണ്ടായിരുന്ന ഒരു ലേഡിയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവളാണ് അവൻ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവന്റെ കയ്യിൽ ആ ഡിവൈസ് ഇല്ല. ഇവിടെ നിൽക്കണോ അതോ മുൻപോട്ടേക്ക് പോകണോ? ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും ഇവള് കാരണം വലിയ ആപത്തുണ്ടാവും. ഹീറോ ആണെങ്കിൽ അവന്റെ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ അവളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൾക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൽഫാർ 1 ടീമും ഇവനെ തേടുന്നതെന്ന്. അവന്റെ ടെക്നിക്കും അവന്റെ കഴിവും പവറും അത്രത്തോളം വലുതാണ് അവൾ തിരിച്ചറിയും. ഹീറോ ആണെങ്കിൽ അവളെക്കുറിച്ച് മറ്റൊരാള് ഇന്റർവ്യൂ കൊടുത്ത കാര്യം അത് ഓർത്തെടുക്കുകയാണ്. ലോകത്തിൽ തന്നെ നമ്പർ 1 സ്നൈപ്പറാണ് അവൾ. അവളുടെ എയിം ഒക്കെ വളരെ ആക്യുറേറ്റ് ആണ്. അവൾക്ക് അവളുടെ കൈ പോലും ഗണ്ണാക്കി മാറ്റാനും ഇഷ്ടത്തിനനുസരിച്ച് ആ ബുള്ളറ്റിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനും സാധിക്കും. 3 കിലോമീറ്റർ വരെ ദൂരത്തിൽ അവൾ കൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അവളുടെ ഹെയർ ഉപയോഗിച്ചാണ് ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ബോൾഡ് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ 1 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് അവൾ ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലാവും. ഇവിടെ നിസ്സാരക്കാരിയല്ല. ഇവിടെ നിന്ന് അവൾ ഉറപ്പായാലും എന്നെ ലോക്ക് ചെയ്യുന്നു മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഉഷാറായിട്ട് ഓടും. ആയി പയ്യനാണെങ്കിൽ അവളോടൊപ്പം തന്നെയുണ്ട്. അവനാണെങ്കിൽ അവളോട് പറയും അവൻ എങ്ങനെയെങ്കിലും പിടിക്കണം. അവൾ പറയും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ തൂക്കി ഒരു മൂലക്കെടുത്തും. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇതുവരെ അവളുടെ ഒരു ബുള്ളറ്റിൽ നിന്നും ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ നമ്മുടെ ഹീറോ അവനിപ്പോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ ഒരു സെല്ല് തകർന്ന് അവളും ആ ഒരു പയ്യനും അവർ രണ്ടുപേരും പുറത്തേക്ക് വരുന്ന സമയം ആൽഫാർ 1 അവൻ ഡയറക്റ്റ് ആയിട്ട് അവളോട് വന്ന് സഹായം ചോദിക്കും. US സ്കൂളിലെ ഇസുക്ക് പയ്യനെ അവനെ നീ എൻ്റെ കയ്യിൽ എത്തിച്ചു തരികയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി അവൾക്ക് സൂപ്പർ ഹീറോസിൽ യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡീലിന് അവൾ സമ്മതിക്കും. അതിനുശേഷം ആൽഫാർ 1 ആണെങ്കിൽ അവൾക്ക് എയർ വാക്ക് പവർ കൊടുത്ത് അവനെ പിടിക്കാനായിട്ട് അയക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.